മൻമോഹൻ സിംഗ് നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. നീണ്ട 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുകയും ആ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കുവാൻ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന രാജ്യതന്ത്രജ്ഞന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് വലിയ രാഷ്ട്രശില്പി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശേഷിപ്പിക്കാം. കാരണം ആഗോള സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തിയ ഒരു സമയത്ത് ആഗോള സമ്പദ് വ്യവസ്ഥ പൂജ്യത്തിലേക്ക് വന്ന സമയത്ത് അതിന്റെ ഒരു തരത്തിലുള്ള ലാഞ്ചന പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാതിരിക്കുവാൻ അദ്ദേഹത്തിന്റെ ബുദ്ധി എത്രമാത്രം പ്രയോജനപ്പെടുത്തിയെന്നുള്ളത് നാം ഇന്നും അനുഭവിച്ചറിയുന്ന കാര്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെക്കാൾ ഉപരി ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം വരയ്ക്കുകയാണെങ്കിൽ ആ ഭൂരേഖയിൽ ഏറ്റവും കൂടുതൽ സ്തുത്യർഹമായ സ്ഥാനം ഇനി വരുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന് തന്നെയായിരിക്കും. ഒരു സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കണമെന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ സാധാരണക്കാരായവരുടെ കൈകളിൽ കൂടി ഇന്ത്യയിൽ തന്നെ വിനിയോഗിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കെട്ടുറപ്പാക്കി നിർത്തുവാൻ അദ്ദേഹത്തിന്റെ പല പദ്ധതികളും നമ്മെ ഏറ്റവും കൂടുതൽ സഹായിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഇന്നും നാം കാണുന്നത്. ഉദാരവൽക്കരണം എന്ന് പറയുന്ന ഒരു സമീപനം ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾക്ക് ആദ്യം കാണിച്ചു കൊടുത്തത് ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി പ്രകാരം ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളതിലുപരി ഈ നാട്ടിലെ ആൾക്കാരുടെ കൈവശമുള്ള സമ്പത്ത് സർക്കാരിൽ കൂടി തിരിച്ച് അതേ കൈകളിൽ എത്തിക്കുക. അതാണ് വിനിമയ സിദ്ധാന്തം. എക്കണോമിക്സ് തിയറിയുണ്ട്. മണി ഈസ് വാട്ട് മണി ഡസ്. പൈസ എന്ന് പറയുന്നത് എന്താണ്? പൈസ അത് ചെലവഴിക്ക് തിരിച്ചു വീണ്ടും ആ സ്രോതസ്സിലേക്ക് എത്തിച്ചേരുക. അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ അടിത്തറ നൽകി തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി ഭാവി പദ്ധതികൾ ആവിഷ്കരിച്ച് അദ്ദേഹം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടുകൂടി കണ്ടത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് മാസശമ്പളത്തിൽ അദ്ദേഹത്തിന് ഓഫർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഇന്ത്യയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിയാണ്. ഇന്ന് ശശി തരൂരിന്റെ ഒരു ലേഖനമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വായിച്ചു തീരാത്ത മനുഷ്യനാണ്. മരണശൈലിയിൽ കിടക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിന്റെ കൈവശം എന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്തെല്ലാം വായിക്കാൻ കഴിയുമോ, എന്തെല്ലാം അറിവ് നേടാൻ കഴിയുമോ അത് നേടിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വിവരാവകാശ നിയമം ഒരു ഭരണാധികാരിക്ക് ഇന്ന് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ചലനമാണ് അത് സൃഷ്ടിച്ചത്. ഇന്ന് നമുക്ക് സർക്കാരിന്റെ ഏത് ഓഫീസിൽ പോയി ചില പ്രത്യേക മേഖലകൾ ഒഴിച്ചാൽ ബാക്കി ഏത് ഓഫീസുകളിൽ നിന്നും നാം കൊടുക്കുന്ന പരാതികളോ അല്ലെങ്കിൽ സർക്കാരിന്റെ സമീപനങ്ങളോ സർക്കാരിന്റെ നയങ്ങളോ അതേക്കുറിച്ച് വ്യക്തമായി കൃത്യമായി അടിസ്ഥാനപരമായി വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ന് നമ്മളിൽ എത്തിച്ചു തന്നത് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന മഹാനായ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഒട്ടനവധി ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടി ഇന്നേക്ക് കരുതി വെച്ച മഹാനായ ആ വ്യക്തിത്വം നമ്മെ വിട്ടുപിരിഞ്ഞു. നമുക്ക് ഒരിക്കലും ആ അദ്ദേഹത്തിന്റെ വിടവ് ഒരുപക്ഷെ നികത്താൻ ആകുമോ എന്ന് കാലം തെളിയിക്കട്ടെ. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തില് ഞാൻ പ്രതിനിധാന സംഘടനയുള്ള ആദ്യം തീവ്രമായ ദുഃഖം അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഈ അനുശോചനം രേഖപ്പെടുന്നതിന് ശ്രീ മുസ്തഫ സർ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പിയും ധനകാര്യ കോൺഗ്രസ് നേതാവും രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് ഡൽഹിയിലെ വന്നിരിക്കുന്നത്. അദ്ദേഹം 1996 കാലഘട്ടത്തിലെ TV നരസിംഹഭവൻ സഭയിലെ സർക്കാർ വകുപ്പ് 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അംഗബലമുണ്ടായിരുന്ന ഒരു സന്ദർഭമായിരുന്നു ഗവൺമെന്റ് മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ മണിലാൽ ഇവിടെ പറഞ്ഞ വിവരാവകാശ നിയമത്തിന്റെയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയൊക്കെ അങ്ങനെ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പുരോഗമന പാർട്ടികൾ പുറത്തുനിന്ന് പിന്തുണ നൽകിക്കൊണ്ടാണ് BJP ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഗവൺമെന്റിനെ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഏതാണ്ട് 4 വർഷത്തോളം കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ 1982 മുതൽ 85 വരെയുള്ള കാലഘട്ടമാണെന്ന് ഞാൻ ഓർക്കുന്നു. 1985 മുതൽ 87 വരെയുള്ള 2 വർഷക്കാലം അദ്ദേഹം ആസൂത്രണ വകുപ്പിന്റെ ഉപാധ്യക്ഷനായിരുന്നു. നിരവധി അംഗീകാരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഈ മഹാനെ തേടി എത്തിയ സന്ദർഭങ്ങളൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെടാനും കഴിയുന്നതാണ്. തീർച്ചയായും ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് വൻപിച്ച പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങളിൽ മുഖ്യമായ ഒരു പങ്ക് ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു എന്നുള്ളതെല്ലാം ഈ രാജ്യം വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത്. 2005 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുവാനും നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വലിപ്പവും അറിവും
അദ്ദേഹത്തിന്റെ ഭരണ മണ്ഡലങ്ങളിലെ വൈഭവങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഇതൊന്നും കാണാതെ പോകാൻ നമുക്ക് കഴിയുകയില്ല. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ മറ്റൊരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ കേരളക്കരയുടെ സാഹിത്യ രംഗത്തും നിരൂപണ രംഗത്തും ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിലുമെല്ലാം ഈ നാട് വളരെ ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർ ഭരിക്കുന്നതും ഇതിന്റെ തലേ ദിവസമാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി നമുക്ക് നഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും മറക്കാനാകാത്ത സംഭാവനകൾ രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭാഗത്തു നിന്നും സാഹിത്യകാരൻ, അതുപോലെ പത്രാധിപർ, കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ ഈ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എം.ടി. വാസുദേവൻ നായരുടെ വിയോഗവും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ഈ രണ്ട് മഹാന്മാരുടെയും വേർപാട് എനിക്കുള്ള എന്റെ പ്രസ്ഥാനത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ കടമേടം മണ്ഡലം പ്രസിഡന്റ് ശ്രീ A.R. റിയാസ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനരായ അധ്യക്ഷൻ, മറ്റ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെത്തിയിരിക്കുന്ന ബഹുമാന്യരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ആ വാർത്ത വന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും നമ്മുടെ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. ഒരു സജീവ രാഷ്ട്രീയക്കാരനല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അലങ്കരിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം പിന്നീട് സാമ്പത്തിക രംഗത്തെ പല പല മേഖലകളിലും മാറി മാറി വരുന്ന ഇന്ദിരാഗാന്ധി സർക്കാർ ഉൾപ്പെടെ റാവൂജി സർക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തെ ധനതന്ത്ര മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ധനസ്ഥിതി അതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പല പല ചുമതലകൾ നൽകി ഈ രാജ്യം അദ്ദേഹത്തെ ആദരിച്ച് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇവിടെ പരാമർശിച്ചതുപോലെ UPA ഗവൺമെന്റ് വന്നപ്പോൾ നമുക്കറിയാം ആദ്യ UPA ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പൊതു മിനിമം പരിപാടി, കോമൺ പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടാണ് ഒന്നാം UPA ഗവൺമെന്റ് കടന്നു വന്നത്. ആ ഒന്നാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കടന്നു വരുന്നത്. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സർക്കാരായിരുന്നത് കൂടിയും അദ്ദേഹം നടപ്പിലാക്കിയ ഓരോ പദ്ധതിയും വിവിധ കക്ഷി നേതാക്കളുമായും ക്യാബിനറ്റിലും എല്ലാം പല ഘട്ടങ്ങളിൽ സംസാരിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. ഒരു പദ്ധതിയും ക്രെഡിറ്റ് അദ്ദേഹത്തിന് സ്വന്തമായി അവകാശപ്പെടാൻ അദ്ദേഹം തുനിഞ്ഞിരുന്നില്ല. നമുക്കറിയാം ഈ രാജ്യത്തെ ഇപ്പോഴും എല്ലാവരും ഓർക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത് ഒന്നാം UPA ഗവൺമെന്റ് കാലത്താണ്. അന്ന് പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ വിവരാവകാശ നിയമം, ഭക്ഷ്യ സുരക്ഷാ നിയമം, അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ നിയമങ്ങൾ ആ ഗവൺമെന്റുകളുടെ കാലത്ത് കടന്നു വന്നു. അതിന്റെ എല്ലാം പിന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗിന്റെ കരങ്ങളാണ് എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും അറിയാവുന്ന കാര്യമാണ്. ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നത് കൂടിയും നമുക്കറിയാം ലോക്സഭ നടക്കുമ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷികൾ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി വിവിധ ഉദ്ധരണികൾ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് നമ്മൾ ഏവരും കണ്ടിട്ടുള്ളതാണ്.
അദ്ദേഹത്തെ ദേഷ്യപ്പെട്ടുകൊണ്ടോ പ്രകോപിതനായിക്കൊണ്ടോ അദ്ദേഹം സംസാരിക്കുന്നത് ഇതുവരെ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് മാധ്യമ പ്രവർത്തകരുടെ ഓരോ ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയുവാൻ തയ്യാറായ ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ രാജ്യം എന്നും സ്മരിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. കാര്യം ഈ രാജ്യത്തിന്റെ ഉന്നതിയിൽ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നിട്ട് കൂടിയും എല്ലാ മന്ത്രിസഭകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിപ്പിക്കുവാനും അവസാനം രാജ്യത്തെ പരമോന്നതമായ പദവിയായ പ്രധാനമന്ത്രി അലങ്കരിക്കുവാനും കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം, ശ്രീ മൻമോഹൻ സിംഗ്. അതുകൊണ്ട് തന്നെ ഈ ലോകം ഉള്ളിടത്ത കാലത്തോളം അദ്ദേഹത്തെ ആളുകൾ സ്മരിക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി ചെയ്യുന്നു. അടുത്തതായി അനുശോചനം രേഖപ്പെടുത്തുന്ന നിശ്ചയിപ്പിക്കുന്ന ബാബു അവരുടെ സാധനം ക്ഷണിച്ചു. ഈ അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, നമ്മുടെ രാജ്യത്ത് 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകം ഉറ്റുനോക്കിയ സാമ്പത്തിക വിദഗ്ധനായിരുന്നു. നമ്മുടെ സാമ്പത്തിക രംഗം ഭദ്രമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് രൂപം കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യമായി നമ്മുടെ രാജ്യം ഇന്ന് അനുസ്മരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ അടക്കം, വിവരാവകാശ നിയമമടക്കം നമ്മുടെ രാജ്യം ഉള്ളിടത്തോളം ഓർമ്മ നിലനിൽക്കുന്ന തരത്തിലുള്ള ദീർഘവീക്ഷണത്തിലുള്ള പദ്ധതികൾ ലോകത്തെ വികസിത രാജ്യങ്ങൾ പലതും സാമ്പത്തികമായി കൂട്ടുപറ്റിയപ്പോഴും മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ ആ ധനകാര്യ വിദഗ്ധന്റെ ദീർഘവീക്ഷണത്തോടുള്ള ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യ രംഗം ഒരു തരത്തിലും പിന്നോട്ടടിക്കാതെ നമുക്ക് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രകോപനപരമായ പല രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരായി പലപ്പോഴും ഉണ്ടായപ്പോഴും അതിനെയൊക്കെ നിറപുഞ്ചിരിയോടെ കേട്ടുനിന്ന് മറുപടി നൽകുക എന്ന ആ ഒരു മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് ഏറ്റവും സഹിഷ്ണുതയോടുകൂടിയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും നീണ്ട 10 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ സേവിച്ച ആ മഹാനായ വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെട്ട മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ, അദ്ദേഹം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട എഴുത്തിന്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എം ടിയുടെ വിയോഗത്തിലും എം ടിയും എന്റെ പാർട്ടിയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അനുശോചനം രേഖപ്പെടുത്തുന്ന ലീലോകൾ വാർഡ് മെമ്പറായ ശ്രീ അംബാദ് നസീം അവരുടെ സാദരം ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, യശസ്വിനെ സജ്ജനായ മൻമോഹൻ സിംഗിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അനുശോചന യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗിനെ പറ്റി എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന പലരും ഇവിടെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ പറ്റി പറയുകയുണ്ട്. ആര് പറയുമ്പോഴും സംഭാവനകളെ പറ്റി പറയുമ്പോഴും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സംഭാവനയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത മാർഗമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി. നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, കോടിക്കണക്കിന് രൂപ വലിയ മുതലാളിമാർക്കൊക്കെ പലിശ ഇളവായിട്ടും വായ്പാ ഇളവായിട്ടും ഒക്കെ കേന്ദ്ര സർക്കാരുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഭരണന്മാർ
വായ്പ എടുത്തിട്ട് നെല്ലുന്നു, അങ്ങനെ ഒരുപാട് കോടികൾ നമ്മുടെ നാടിന് നഷ്ടം വരുന്നു എന്നുള്ളത്. നമ്മൾ തൊഴിലുറപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കാതെ തൊഴിലുറപ്പെന്നും തൊഴിലുറക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ തൊഴിലാളികളെ കളിയാക്കാറുണ്ട് സാധാരണ ജനങ്ങൾ. പക്ഷെ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പല രീതിയിലും കോടികൾ പല വ്യവസായികളുടെ അക്കൗണ്ടിലോട്ട് എത്തുമ്പോൾ സാധാരണക്കാരന്റെ കയ്യിലേക്ക് ഒരു ദിവസത്തെ കൂലി ഇനത്തിൽ 350 രൂപയോളം കൂലി ഇനത്തിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള നിലനിൽക്കുന്ന, ഒരിക്കലും അത് അവസാനിപ്പിച്ചു പോകാൻ കഴിയാത്ത ഒരു ബൃഹത് പദ്ധതിയാണ് ആൾക്കാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ കാര്യവെച്ചുകൊടുത്തിട്ടുള്ളത്. എത്രയോ വയസ്സനായ അല്ലെങ്കിൽ വലിയ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ സാധാരണ ഒരു ജോലി പോയി ചെയ്യാൻ കഴിയാത്ത ജനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയി ജോലി ചെയ്ത് അവരുടെ വരുമാനമാർഗം നേടിക്കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അവരുടെ അവസാന കാലത്ത് അവർക്ക് ഉണ്ടാകാവുന്ന മരുന്നിന്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി ഈ തുക വളരെ സൗകര്യപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്. ഇന്നൊക്കെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തൊഴിലുറപ്പിന്റെ കൂലികളെ കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് ഒരു മെസ്സേജ് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ തന്നെ അതിന്റെ കൂലി കിട്ടുന്ന വിധത്തിലോട്ട് തൊഴിലുറപ്പിന്റെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മള്ള സാറിനെ പറഞ്ഞതുപോലെ പൈസയുടെ അല്ലെങ്കിൽ ചക്രത്തിന്റെ കറക്കത്തെ നമ്മുടെ സമൂഹത്തിലോട്ട് അത് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതി. അതുപോലെ തന്നെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. പണ്ടത്തെ റേഷൻ കടയിൽ മാത്രമല്ല ഇന്നത്തെ റേഷൻ കടകളിൽ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം നടക്കുന്നത്. അത് പല തട്ടുകളിലുള്ള ജനങ്ങളായിട്ട് നിർമ്മിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് കൃത്യമായി അവർ അർഹിക്കുന്ന വിഹിതം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷ്യ സുരക്ഷാ പദ്ധതി അന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന കെ വി തോമസ് ആണ് അതിന്റെ നിർദ്ധാവകത്വം വഹിച്ചതെങ്കിൽ ആ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ട് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെയും ഒക്കെ ബാധിക്കുന്ന വിവരാവകാശ പദ്ധതി, വിവരാവകാശ നിയമം. ഒരു നിയമവും ഒരു കാര്യവും മറച്ചു വെക്കേണ്ടതല്ല. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സർക്കാരിന്റെ കടമയാണ് ആ വിവരങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബൃഹത്തായ വളരെ ഉപകാരം പറ്റുന്ന കേസുകൾക്കായാലും മറ്റു രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമരങ്ങൾക്കായാലും ഒക്കെ ഉപകാരം കിട്ടുന്ന വിവരാവകാശ നിയമം കൊണ്ടുവന്നത് അതിന്റെ മുഖ്യ ശില്പിയും നമ്മുടെ യശസ്വീനായ ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലാതെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് വാങ്ങി ജയിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ആയിട്ട് പോലും ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ജില്ലാ ഒരു MLA ഒരു MP ഒന്നും ആകാതിരുന്നിട്ട് പോലും ജനങ്ങളുടെ മാറ്റത്തിൽ നേരിട്ട് ബന്ധമില്ലാതിരുന്നിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരിക്കലും മറക്കാനാകാത്ത ഒരു വ്യക്തിയായിട്ടാണ് മൻമോഹൻ സിംഗിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വ്യതിയാനം നമ്മുടെ എന്റെയും കൂടി പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വളരെ നഷ്ടമാണ്. ആ നഷ്ടത്തിൽ ഞാനും കൂടി പങ്കുചേർന്നുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിൽക്കുന്നു. നന്ദി. അനുശോചനം രേഖപ്പെടുന്ന കോൺഗ്രസിന്റെ ചടങ്ങ് ബ്ലോക്ക് സെക്രട്ടറി ശ്രീ വടക്കൻ നാസർ അവരുടെ സാദരം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ സാർ, CPIയുടെ സംവിധാന നേതാവ് ശ്രീ മുസ്തഫ സാർ, മറ്റു നേതാക്കന്മാരെ വേദിയിലിരിക്കുന്ന സ്നേഹനിധികളായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ആ സ്ഥലം ഇന്ന് പാകിസ്ഥാൻ ലഭിച്ച് കിലോമീറ്ററോളം
നടന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്ത് മണ്ണെണ്ണ വിളക്കിൽ വെളിച്ചത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്ത് ഇന്ത്യയുടെ പരമോന്നത പദവിയായ പ്രധാനമന്ത്രി സ്ഥാനം വരെ അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലം. നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യയിലെ വഹിക്കാത്ത പദവികളിൽ ധനകാര്യ കമ്മീഷനായി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അധ്യക്ഷനായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവ് ബാങ്കിന്റെ മാനേജറായി, ആസൂത്രണ കമ്മീഷന്റെ ചെയർമാനായി, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി, അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി 10 വർഷക്കാലം തുടർച്ചയായി നല്ല നേട്ടങ്ങളുണ്ടാക്കിയ ഒരു നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കൂടെ അല്ലെങ്കിൽ KPCCയുടെ അല്ലെങ്കിൽ AICCയുടെ വളർന്നു വന്ന് വലിയ നേതാവായി ഭരണരംഗത്ത് വന്നയാളല്ല. അദ്ദേഹത്തിന്റെ കഴിവിനെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചുകൊണ്ടാണ് 1991 നരേന്ദ്ര റാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ധനകാര്യമൊക്കെ ആക്കുന്നത് അദ്ദേഹത്തിനുള്ള കഴിവുകൾ. കാരണം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ആ ധനകാര്യ വകുപ്പ് തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഇന്ത്യയുടെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം, അദ്ദേഹം യാദൃശ്യമായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതാണ്. കാരണം നമ്മുടെ പ്രിയങ്കരിയായ സോണിയാജിക്ക് വന്ന ആ പ്രധാനമന്ത്രി സ്ഥാനം അന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ അത് അവർ ഏറ്റെടുക്കാതെ മൻമോഹൻ സിംഗിന് ഏൽപ്പിച്ചു കൊടുത്തത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു അധ്യായം തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിൽ വലിയ പക്വതയില്ലാതിരുന്ന അദ്ദേഹം മറ്റു കാര്യങ്ങളിലൂടെ വന്ന് ഇന്ത്യയുടെ ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പദ്ധതി അത് ലോകരാഷ്ട്രങ്ങൾ തന്നെ അംഗീകരിക്കുന്നതിൽ വന്നു. വിവരാവകാശ നിയമം, അതേപോലെ കാർഷിക കടങ്ങൾ, എത്രയോ കോടി രൂപയുടെ കാർഷിക കടങ്ങളാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എഴുതിത്തള്ളിയത്. അതേപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി വന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നിലം എത്തി വീഴാറായപ്പോഴും ഇന്ത്യ പിടിച്ചിരുന്നത് ശ്രീ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക രംഗത്തുള്ള അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഒരു പ്രതിഫലമായി നമ്മൾ കണക്കാക്കാം. ആ നിലയിൽ ഇന്ത്യയുടെ ഇന്ന് കാണുന്ന ഉയർച്ചയ്ക്ക് എല്ലാ പ്രധാന ഘടകം ശ്രീ മൻമോഹൻ സിംഗിന്റെ കഴിവുകളാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ കോൺഗ്രസ് കടയം ഗ്ലോബൽ കമ്മിറ്റിയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. മൺമറഞ്ഞുപോയ ധനകാര്യ വിദഗ്ധനും മുൻ പ്രധാനമന്ത്രിയായ ശ്രീ മൻമോഹൻ സിംഗ് അവർക്കും അതുപോലെ കേരളത്തിന്റെ മലയാളത്തിന്റെ സ്വകാര്യ അഭിമാനമായി നമ്മുടെ മനസ്സിൽ എന്നും കൊണ്ടു നടന്നിരുന്ന എന്നും ഇനിയും എത്രയോ യുഗങ്ങളോളം നമ്മൾ കുട്ടിയാടക്ക് മുതൽ ഓപ്പോൾ വരെയുള്ള ഓരോ രംഗങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന ശ്രീ മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ സാർ അവർക്കും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേടുവാൻ 1 മിനിറ്റ് മൗനം ആചരിക്കുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുക. ഈ അനുശോചനയിൽ പങ്കെടുത്ത് നമ്മെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രധാനമന്ത്രിയും എഴുത്തുകാരനും അവരുടെ ആത്മാവിനെ വിളിച്ചാൽ എല്ലാവരും സഹായിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറിയ ഒരു വലിയ മനുഷ്യൻ, ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റി പോരയെടുത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ക്യാമറ പേഴ്സൺ രഞ്ജിത്ത് ഇൻസിക്കൊപ്പം ചടയമംഗലം സജീവ്, തൊട്ടുവിശ്വസ്.